ഹലോ ഗായ്സ്, ഞങ്ങൾ വയനാട്ടിലേക്കൊരു 2 ദിവസത്തെ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ 2 കാറിലായിട്ടാണ് യാത്ര. അതാ അമ്മ ഉണ്ട്, നയനുണ്ട്, ലച്ചു, കുഞ്ഞാറ്റ, ഞാൻ, അതുപോലെ മനോജേട്ടൻ, രാജുവേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇതാ 2 കാറിലാണ്. അടുത്ത കാറ് ഭരതേട്ടൻ്റെ കാറാണ്. അതിൽ ഭരതേട്ടൻ, ധന്യ, ലിഖിത, നിതീഷേട്ടൻ, പാറുവക്കു എല്ലാവരും ഉണ്ട് കേട്ടോ. മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്തു. ശരിക്കും പോകേണ്ട താമരശ്ശേരി ചുരം വഴി എളുപ്പമാണെങ്കിൽ കൂടി ഞങ്ങൾ നാടുകാണി ചുരം വഴിയാണ് പോയത് കേട്ടോ. നമുക്ക് ആനേനെയും കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാം. കുട്ടികൾക്ക് അതൊക്കെ ഒരു മനോഹരമായ കാഴ്ചയല്ലേ. കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ കുറേ ടൈഗറിനെയൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കണ്ടില്ല. കുറേ ഞങ്ങൾ മാൻകുട്ടികളൊക്കെ കണ്ടിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ ആട്ടിൻകുട്ടികളൊക്കെ കുറേ പറമ്പിലൊക്കെ ഇങ്ങനെ മേയാൻ നടക്കുന്നത് പോലെ മാൻകുട്ടികളൊക്കെ റോഡ് സൈഡിൽ തന്നെ കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് മാൻകുട്ടികൾ തുരുതുരാതാ കണ്ടോ, കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ മസിനഗുഡി വരെ പോയിട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ മനോഹരമായ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പറയാണ്ടോ, തലങ്ങും വിലങ്ങും ഫോട്ടോസും വീഡിയോസൊക്കെ കൂമ്പാരം കൂടി എന്ന് പറയാം ഫോണിൽ. അങ്ങനെ അതിൽ നിന്ന് അതിനുശേഷം ഞങ്ങൾ അതാ അവിടെ ചേച്ചിമാരെയൊക്കെ കണ്ടു കേട്ടോ. തേയില നുള്ളാൻ വരുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു. ഞങ്ങൾ ക്ഷീണം അകറ്റാൻ ഓറഞ്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ റോഡ് സൈഡിൽ. അവിടുത്തെ ഫോട്ടോസിൽ ഫേമസ് ആണ് നമ്മുടെ ധന്യ തേയില നുള്ളുന്നതും അതുപോലെ രാജുവേട്ടൻ ലച്ചുവിനെടുത്ത ഫോട്ടോസും. ഇതാ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ബാണാസുര ഡാമിൻ്റെ അടുത്തായിട്ടായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട് വന്നിരുന്നത്. ബാണാസുര ബ്ലിസ് എന്നായിരുന്നു അതിൻ്റെ പേര്. 2 റൂം, ബാത്റൂം, സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, സോഫ ഒക്കെ ആയിട്ട് ഉഷാറായിരുന്നു കേട്ടോ. റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു. നല്ല മനോഹരമായൊരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ആ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് ചെന്നാൽ എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ അതാ കാണുന്നത്. ബാണാസുര സാഗർ ഡാമിൻ്റെ പോർഷനാണ് അവിടെയൊക്കെ കാണുന്നത് കേട്ടോ. അത് പിന്നെ ഏതാ ഇപ്പുറത്തെ സൈഡിലൂടെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ മല മുകളിലേക്കുള്ള ഒരു ദൃശ്യമൊക്കെ കാണാൻ പറ്റും. അത് ആ വഴി കണ്ടോ, അത് നമ്മളെ റിസോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഭയങ്കര ഉയരത്താണ് ഈ റിസോർട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാറ് ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത കാരണം ഞങ്ങളൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ നടന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് അവിടെ എത്തി. അതിൻ്റെ ക്ഷീണം അകറ്റാൻ അവിടെ ഊഞ്ഞാൽ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഊഞ്ഞാലിരുന്ന് ആട്ടം തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ധന്യ, ബാക്കി പിള്ളേരെല്ലാവരും ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ. കുട്ടീനെ എടുത്തുകൊണ്ട് നമ്മൾ ആ ഉയരം അങ്ങോട്ട് കയറി എത്തിയപ്പോഴേക്കും നമുക്ക് വല്ലാത്ത ക്ഷീണമായി. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും കയറിയില്ല, ഉള്ളിൽ അവിടെ ഇരുന്ന് ആട്ടം തുടങ്ങി. കണ്ടോ, ധന്യ അക്കുവിന് പോലും കൊടുക്കാതെ ധന്യ ഊഞ്ഞാലാടും ഗൈസ്. പിന്നെ രാത്രി ഞങ്ങൾ ക്ഷീണമൊക്കെ അകറ്റി ഫ്രഷായി ഞങ്ങൾ രാത്രിത്തെ പരിപാടി തുടങ്ങി. ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ച് ഒക്കെ സെറ്റാക്കി മസാലയൊക്കെ പരട്ടി വെച്ചിരുന്നു. അതാ ധന്യ, ഭരതേട്ടൻ അവരാണ് മെയിൻ ഷെഫ് കേട്ടോ. ചിക്കൻ ഗ്രില്ല് ചെയ്യാണ്. അപ്പോൾ പുറമെന്നുള്ളൊരു കാഴ്ചയാണ്. പുറത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് ഇരുട്ടത്ത്. ആനയൊക്കെ വരാറുണ്ട് അത്ര കേട്ടോ അവിടെ. ആന, അതുപോലെ മാൻ, ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അപ്പോഴും ഞങ്ങൾ അവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇതാ അവർ മൈക്ക് കിട്ടിയാൽ പിള്ളേരും ബാക്കി ആരും ഇടില്ല. ഇതവിടെ രാജേട്ടനും ഭരതേട്ടനൊക്കെ സൂപ്പർ പാട്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് അക്കുച്ചേട്ടൻ പാടുന്നുണ്ട്. ഭരതേട്ടൻ ധന്യയെക്കുറിച്ചാണെന്ന് തോന്നുന്നു മനോഹരമായൊരു പാട്ടൊക്കെ പാടിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേട്ട് ആസ്വദിച്ച് നമ്മുടെ ധന്യ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു ഉപഹാരം ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഉപഹാരം പോലെ നമ്മൾ ചിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭരതേട്ടന്. അങ്ങനെ ഞങ്ങൾ കുറേ പാട്ടൊക്കെ പാടി. അമ്മ ദാ അവിടെ നിൽക്കുന്നുണ്ട്, തണുപ്പുകൊണ്ട് അമ്മ ഫുൾ സെറ്റിലാണ് കേട്ടോ. ഞാനൊക്കെ അധികം പോകുന്നുണ്ട്. അക്കുച്ചേട്ടൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കണ്ടും കേട്ടും നമ്മളെ ലച്ചൂട്ടി അപ്പുറത്തിരുന്ന് ഭയങ്കര ഡാൻസായിരുന്നു ഇവരൊക്കെ പാട്ട് കേട്ടിട്ട്. അത് നമ്മുടെ മനോജേട്ടൻ ക്യാമറയിൽ പകർത്തിയതാണ് ഇത് കേട്ടോ. അങ്ങനെ പിന്നെ നോക്കണ്ട, പിന്നെ പുറത്തേക്ക് ഇറങ്ങി ട്രോളി സ്പീക്കറും വെച്ച് ഫുൾ ജിൽ പാട്ടായിരുന്നു, ഡാൻസായിരുന്നു. അയ്യോ, എനിക്ക് കളിക്കാൻ പറ്റിയില്ല. നമ്മുടെ ലച്ചു ഭയങ്കര ഉടക്കായിരുന്നു. അവൾ തീരെ ഉറങ്ങുന്നില്ല, ഉറക്കൊക്കെ വന്നിട്ട്. പിന്നെ ഞങ്ങൾ ഗ്രില്ല് ചിക്കനൊക്കെ വെച്ച് സുഖമായി ഉറങ്ങി. ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം. ബൈ, സീ യു.